പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. വാട്ട് എ ഗ്രേറ്റ് ഡേ ടു സെലിബ്രേറ്റ്. ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷിക്കാം. ഇന്നത്തെ ദിവസം നമുക്കൊരാഘോഷമാക്കി മാറ്റാം. ഇന്ന് കർത്താവ് നമുക്ക് തുണ. ഞാൻ പേടിക്കത്തില്ല. വാട്ട് എവർ ദ സിറ്റുവേഷൻ റൈസസ്, ഐ എം ഇൻ കൺട്രോൾ ഓവർ എനി സിറ്റുവേഷൻ ഐ ഫേസ് ഇൻ മൈ ലൈഫ്. കാരണം എൻ്റെ കൂടെയുള്ളവൻ ഈ ലോകത്തെ ജയിച്ചവനാണ്. ഹീ ഈസ് ഓൾവേസ് വിത്ത് മീ ടു ദ എൻഡ് ഓഫ് ദ ഏജസ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെ തന്നെ കാണും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പും ധൈര്യവുമാണ് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദ ലോർഡ് ഈസ് വിത്ത് അസ്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഒരിക്കലും എന്നെ കൈവിടത്തില്ല. എൻ്റെ ധൈര്യമാണ്, എന്നെ ഉപേക്ഷിക്കത്തില്ല. ഇന്നലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യത്തിലോട്ട് തന്നെ നമുക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. ഗിവ് ദ ലോർഡ് യുവർ ഫസ്റ്റ് മിനിറ്റ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ മിനിറ്റ്, ആദ്യത്തെ നിമിഷം ആരുടെ കയ്യിൽ കൊടുക്കണം? കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കണം. പലപ്പോഴും നമ്മൾ രാവിലെ ഉണർന്ന് റീച്ച് ചെയ്യുമ്പം അലാം കേട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഉണരുന്നത്. അലാം ഓഫ് ചെയ്യാൻ നമ്മൾ പോകും. നിശ്ചയമായിട്ട് ഓഫ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിസ്റ്റർബിങ്, അല്ലേ? അത് ഓഫ് ചെയ്തേ പറ്റത്തുള്ളൂ. ഉടനെ പിന്നെ നമ്മുടെ മോമെൻ്റ് നമ്മുടെ ഫോണിലോട്ടാണോ, നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്? നമ്മുടെ ഫോക്കസ് എന്തിലാണോ? ആ പ്രഭാതത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞാണോ നമ്മൾ ആരംഭിക്കുന്നത്? ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. വെൻ യു കണക്ട് വിത്ത് ദ ഹെവൻലീസ്, രാവിലെ തന്നെ ഒരു സ്തോത്രത്തോടെ അല്പ നിമിഷം ഉണർന്നിരുന്ന് കർത്താവെ നന്ദി, നന്ദി യേശുവേ, നന്ദി പിതാവേ, നന്ദി പരിശുദ്ധാത്മാവേ, ഈ ദിവസം കാണാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ. കഴിഞ്ഞ രാത്രി കണ്ട അനേകർ ഇന്ന് കാണാഞ്ഞപ്പോൾ എനിക്ക് കർത്താവ് കൃപ തന്നല്ലോ. എന്നെ ഇന്നത്തെ ദിവസം കർത്താവ് ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഇന്നത്തെ ദിവസം എന്നെക്കുറിച്ച് കർത്താവിന് ചില പദ്ധതികളുണ്ടെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ശബ്ദം, ഒരു നന്ദിയുടെ ശബ്ദം ഉയരുമ്പം ഈ പ്രഭാതത്തിൽ തന്നെ യു ആർ ട്യൂണിങ് ഇൻ ടു ദ ഹെവൻലീസ്. മാത്രമല്ല, സ്വർഗത്തിൻ്റെ ഫേവർ നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. നിങ്ങൾ ചെയ്യുന്ന ആ ദിവസം, ദ എൻറ്റയർ ഡേ, ഞാൻ പറയും സ്തോത്രത്തോടെ ആരംഭിക്കുന്ന ഒരു ദിവസം, ദ ഡേ ഹാസ് ബീൻ ഡൺ. അന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഓൾറെഡി നടന്നു കഴിഞ്ഞു. എവറിത്തിങ് ഈസ് ബീൻ ഫിക്സ്ഡ്. എന്ത് ഉടഞ്ഞു കിടക്കുവാണെങ്കിലും, എന്തൊക്കെ നമുക്ക് ആ ദിവസം ചെയ്യാൻ ഉണ്ടെങ്കിലും, ആ ദിവസം എനിക്ക് വേണ്ടി മുഴുവൻ ഒരുക്കുകയാണ്. എന്നെ തന്നെ ഞാൻ ഒരുക്കുകയാണ്. സ്വർഗത്തിൻ്റെ ആ പദ്ധതിയിലേക്ക് ഞാൻ കടന്ന് നിൽക്കുന്നതാണ് എന്നെ ഒരുക്കുന്ന ആ ദിവസം. ഒന്നാമത് നമ്മൾ ഇന്നലെ ചിന്തിച്ച കാര്യം, കണക്റ്റിംഗ് ടു ഹിം, കണക്റ്റിംഗ് ടു ദ ലോർഡ്, കണക്റ്റിംഗ് ടു ദ ഹെവൻലീസ്. അതാണ് ആ സ്തോത്രവും ആ രാവിലെ ഉള്ള ആ പ്രാർത്ഥനയും. വി ആർ കണക്റ്റിംഗ് വിത്ത് ദ ഹെവൻലീസ്. രണ്ടാമതൊരു കാര്യം ചിന്തിക്കാൻ, നമ്മൾ ഇന്നലെ വായിച്ച കുറിവാക്യം സങ്കീർത്തനം അതിൻ്റെ 63 നിന്നായിരുന്നു. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അധികാലത്തെ അധികാലത്തെ ഞാൻ എൻ്റെ ഫോണല്ല അന്വേഷിക്കുന്നത്. അധികാലത്തെ ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ ചായയല്ല. നിങ്ങൾ ചായ കുടിച്ചുകൊണ്ടൊന്നും തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ചായ ഒന്നും കുടിച്ചാൽ തെറ്റില്ല. പക്ഷെ അധികാലത്തെ ഞാൻ ആരെ അന്വേഷിക്കും? പക്ഷെ എൻ്റെ കർത്താവിനെ അന്വേഷിക്കാതെ, എൻ്റെ കർത്താവിൻ്റെ മുഖം കാണാതെ ഞാൻ ലോകത്തിൻ്റെ മുഖത്തേക്ക് നോക്കത്തില്ല. എൻ്റെ കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു സംസാരം ഈ പ്രഭാതത്തിൽ ഞാൻ സംസാരിക്കാതെ ലോകത്തിൽ ഒരു കാര്യത്തിലോട്ടും ഞാൻ ഇടപെടത്തില്ല. സോ അങ്ങനെ ആ ദിവസം ആരംഭിച്ചാൽ മുഴുവൻ ഫേവറും നിങ്ങൾ കാണാൻ നോക്ക്. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. രണ്ടാമത്തെ കാര്യം ഇന്ന് ചിന്തിക്കാനുള്ളത്, രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ സ്പീക്ക് ഔട്ട് വാട്ട് യു വാണ്ട് ടു സീ. നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അത് സംസാരിക്കാൻ തുടങ്ങണം. യു ഷുഡ് ഡിക്ലെയർ ഇറ്റ്. ഈ കാണുന്ന ഞാനൊരു കാര്യം പറയാം. ഈ അന്തരീക്ഷത്തിൻ്റെ അകത്ത് ഒത്തിരി നെഗറ്റീവ് ഇമ്പാക്ട്സ് കിടപ്പുണ്ട്. ഈ അന്തരീക്ഷത്തിൻ്റെ അകത്ത് ഒത്തിരി നെഗറ്റിവിറ്റി കിടപ്പുണ്ട്. നമ്മുടെ ഭവനത്തിൻ്റെ അകത്തുമുണ്ട്. നമ്മൾ കേട്ട വാർത്തകൾ, നമ്മൾ സംസാരിച്ച വാക്കുകൾ ഈ അന്തരീക്ഷത്തിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് നമ്മൾ അനാവശ്യമായ നെഗറ്റീവ് വേർഡ്സ് ഒന്നും സംസാരിക്കരുതെന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യം
ചില ആൾക്കാർ ഈ വീടിൻ്റെ അകത്ത് ഇരുന്ന് ദൈവദാസന്മാരെയും സഭയും ഒക്കെ കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട്. നോ, നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തെ അന്തരീക്ഷത്തെ പോലും നിങ്ങൾ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. സോ ആ അന്തരീക്ഷം ആദ്യം യു ഷുഡ് ഡിക്ലെയർ, അന്തരീക്ഷത്തെ എനിക്ക് അനുകൂലമായിട്ട് ഞാൻ മാറ്റുക തന്നെ ചെയ്യണം. രാവിലെ ആദ്യം ഉണർന്നെഴുന്നേറ്റ് സ്തോത്രം ചെയ്യണം. രണ്ടാമത് പ്രൈസ്, ഞാൻ ഇന്ന് പകൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ ജീവിതം അതാണ് നമ്മൾ പ്രോബ്സ് 18 നമ്മൾ വായിക്കുന്നത്, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്നു. ആദ്യം ചലിപ്പിക്കേണ്ടത് എൻ്റെ നാവിനെയാണ്. ആദ്യം എൻ്റെ നാവ് ചലിപ്പിച്ച് ഞാൻ എന്താണോ വിതയ്ക്കുന്നത് അതായിരിക്കും ആ ദിവസം ഞാൻ കാണുന്നത്. ആ ദിവസം മുഴുവൻ നമ്മുടെ നാവിൻ്റെ അധരത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും, അല്ലേ? അധരത്തിൻ്റെ ഫലം ഒരു നെഗറ്റീവ് വേർഡാണ് വരുന്നെങ്കിൽ ആ നെഗറ്റിവിറ്റി ആയിരിക്കും ആ ദിവസം കാണുന്നത്. ഒരു ഭാരത്തിൻ്റെ വാക്കുകളാണ് രാവിലെ പറഞ്ഞു വിടുന്നുവെങ്കിൽ ആ ഭാരമായിരിക്കും ആ രാവിലെ മുഴുവൻ ആ പകൽ മുഴുവൻ ദർശിക്കുന്നത് ആ ഭാരമായിരിക്കാം. എന്നാൽ പകരം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറഞ്ഞാൽ, എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ, ഇന്ന് ഞാൻ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത് പറഞ്ഞാൽ, ഏതായാലും ആരും ദോഷം വരാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വണ്ടി ഇടിക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ, നമ്മൾ ഏതെങ്കിലും വണ്ടിക്ക് അടി പോകുന്ന ആഗ്രഹിക്കുന്നില്ലല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങണം. മനോഹരമായ വാക്യം സങ്കീർത്തനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, രാവിലെ എൻ്റെ പ്രാർത്ഥന കർത്താവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അപ്പം ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നതാണ്. ഞാൻ എൻ്റെ നല്ല തേച്ച് വെച്ചിരിക്കുന്ന ഉടുപ്പിട്ടല്ല ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നത്, എൻ്റെ വാക്കുകൾ വെച്ച് ഞാൻ എന്നെ തന്നെ ഒരുക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണം, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഈ പ്രഭാതത്തിൽ ഒരുക്കുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കുകയാണ്. എങ്ങനെ ഒരുക്കുന്നത്? എൻ്റെ വാക്കുകളിൽ ഞാൻ ഒരുക്കും, ഞാൻ എൻ്റെ സംസാരത്തിൽ ഞാൻ ഒരുക്കും. ഞാൻ കർത്താവിനോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങും. ഞാൻ എൻ്റെ പ്രതികൂലങ്ങളെക്കുറിച്ചായിരിക്കത്തില്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇന്ന് പകൽ കാണാൻ ആഗ്രഹിക്കുന്നു, എന്ത് അത്ഭുതമാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, എന്ത് നന്മയാണോ ഞാൻ ഇന്ന് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഞാൻ സംസാരിച്ച് തുടങ്ങുക തന്നെ ചെയ്യും. മനോഹരമായ വാക്യമാണ്. സോ ഈ വാക്യം തന്നെ ഒത്തിരി ഉത്സാഹിപ്പിച്ചു. രാവിലെ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. എന്താണ് സംസാരിക്കേണ്ടത്? രാവിലെ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം സംസാരിച്ചേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. ഐ എം സ്ട്രോങ് ബൈ ദ വൺ ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. ലോകപ്രസിദ്ധ സുവിശേഷകൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ പൈതൽ എഴുന്നേറ്റിരിക്കുകയാണ്. ഇന്ന് ഞാൻ നേരിടുന്ന എന്നാ വിഷയമുണ്ടെങ്കിലും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലതിനും ശക്തനാണ്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഏതൊക്കെ പ്രതികൂലങ്ങൾ ഇന്നത്തെ ദിവസം ഞാൻ ഫേസ് ചെയ്യേണ്ട വന്നാലും ആ പ്രതികൂലത്തിന്റെ അകത്ത് അവിടെ ഞാൻ എൻ്റെ ധൈര്യമാണ്, കർത്താവ് എനിക്ക് തുണ. ഞാൻ രാവിലെ ഒരു പ്രഖ്യാപനമാണ്, രാവിലെ ഞാൻ വിളിച്ചു പറയുകയാണ്, സ്വർഗം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കും, മുഴുവൻ ഹോസ്റ്റ് ഓഫ് ഹെവൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. ആ സ്വർഗം എൻ്റെ കൂടെ നിൽക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഞാൻ ഇന്ന് തരണം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, പക്ഷേ എൻ്റെ കഴിവിലോ എൻ്റെ മിടുക്കിലോ അല്ല, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സങ്കീർത്തനം 23:6 പറയുന്നത് പോലെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം, ഡിക്ലെയർ ഇറ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ വീട്ടിലോട്ട് അതൊന്ന് ഡിക്ലെയർ ചെയ്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലോട്ട് അതൊന്ന് ഡിക്ലെയർ ചെയ്ത്, നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ, ഞാൻ ഈ ഭൂമിയിൽ ഇരുന്ന് ദൈവരാജ്യത്തിൽ കർത്താവ് എന്നെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ദീർഘകാലം ഞാൻ ചെയ്യും. എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അത് വിളിച്ചു പറയണം. ദീർഘായുസ് കൊണ്ട് എൻ്റെ കർത്താവ് എന്നെ തൃപ്തി വരുത്തും. എനിക്ക് തൃപ്തി വരുന്നത് പോലെയുള്ള ആയുസ്സായിരിക്കും എൻ്റെ ആയുസ്. ഇടയ്ക്ക് വെച്ച് എൻ്റെ വെളിച്ചം കെട്ടുപോകത്തില്ല. എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത്
ദീർഘായുസോടെ ഇരുന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി കർത്താവ് എന്നെ വിളിച്ചിരിക്കുകയാണ്. അതൊക്കെ എന്ത് ചെയ്യണം? ഈ രാവിലെ എഴുന്നേറ്റ് ആദ്യം യു ഷുഡ് സ്പീക്ക് ഇറ്റ് ഔട്ട്, യു ഷുഡ് ഡിക്ലെയർ ഇറ്റ് ഔട്ട്. നിങ്ങൾ അത് യു ഷുഡ് എൽ ഇറ്റ്. അതിനെ എന്ത് ചെയ്യണം? വിളിച്ച് പറയാൻ തുടങ്ങണം. സാഹചര്യങ്ങൾ എത്ര നെഗറ്റീവ് ആണെങ്കിലും, ഏതൊക്കെ പ്രതികൂലങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും, ആ പ്രതികൂലത്തിന്റെ അകത്ത് പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. യെശയ്യാ പ്രവചനം അതിന്റെ 54 അധ്യായം അതിന്റെ 17 വാക്യം പറയുന്നത് പോലെ, നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. രാവിലെ വിളിച്ചു പറയണം, എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ അത് എന്നോട് അടുത്ത് വരത്തില്ല. നോ വെപ്പൺ ഫോംഡ് അഗൈൻസ്റ്റ് മീ വിൽ പ്രോസ്പർ. എന്റെ എതിരെ വരുന്ന ഒരായുധവും, എത്ര ദുഷ്ടന്റെ എത്ര വലിയ പദ്ധതികളാണെങ്കിലും, പിശാചിന്റെ എത്ര വലിയ പദ്ധതികളാണെങ്കിലും, മനുഷ്യൻ ഒരുക്കുന്ന എത്ര വലിയ കെണിയാണെങ്കിലും, നോക്ക്, അതൊന്നും എന്റെ ജീവിതത്തിൽ ഫലിക്കത്തില്ല. കാരണം ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ആം സെപ്പറേറ്റഡ്. ഞാൻ ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ഇരിക്കുന്നത് അവനോടുകൂടെ സ്വർഗീയ തലങ്ങളിലാണ്. എന്നെ തൊടാൻ സാധിക്കത്തില്ല. ഞാൻ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. അവന്റെ ഉള്ളംകരത്തിൽ എന്നെ വരച്ചിരി. വിളിച്ചു പറയണം, എന്തൊക്കെ നിങ്ങളാണോ, നിങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത് മുഴുവൻ നിങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങണം. യു ആർ പ്രിപ്പയറിംഗ് യുവർ ഡേ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരുക്കുകയാണ്. എന്ത് കാണാൻ ആഗ്രഹിക്കുക? നോക്ക്, കർത്താവ് കാണാൻ ആഗ്രഹം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 3-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ലെറ്റ് ദെയർ ബി ലൈറ്റ്. കർത്താവ് പറയാണ്, ഇരുട്ടാണ്. അപ്പടി ഇരുട്ടാണെന്ന് കർത്താവിന് പറഞ്ഞാൽ പോരായിരുന്നോ? അപ്പടി ഇരുട്ടാന്ന് കർത്താവിന് പറഞ്ഞാൽ പോരായിരുന്നോ? ഒത്തിരി ഇരുട്ടാണെന്നല്ലല്ലോ കർത്താവ് പറഞ്ഞത്. ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. നോക്ക്, പാഴും ശൂന്യവും, ഇത് മുഴുവൻ പാഴും ശൂന്യവും കാണുന്നതിനെ വിളിച്ചു പറയുകയല്ല, ഇത് മുഴുവൻ പാഴും ശൂന്യമാണെന്നല്ല. പ്രൈസ്. നോക്ക്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ വെളിച്ചമുണ്ടായി. ആ പിതാവിന്റെ സ്വഭാവം അതാണെങ്കിൽ എന്റെ ഉളവായതൊന്നും അവനെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ മക്കൾ, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പൈതലാണ്. അപ്പൊ ഞാൻ നിങ്ങളും എന്താണ് വിളിച്ചു പറയണ്ടേ? യു ഹാവ് ടു ഡിക്ലെയർ. ആ രാവിലെ വിളിച്ചു പറയണം. കാണാൻ ആഗ്രഹിക്കുന്ന എന്നാണോ? എന്നെ ശക്തനാക്കുന്നവൻ. ഏത് വിഷയമാണെങ്കിലും ഐ എം സ്ട്രോങ് ഇൻ ഇറ്റ്. ഒന്നിനും എന്നെ ബലഹീനമാക്കാൻ പറ്റത്തില്ല. ഈ മെഡിക്കൽ റിപ്പോർട്ട് എന്നെ ഒരിക്കലും ബലഹീനമാക്കത്തില്ല. ഈ സാമ്പത്തിക ആവശ്യത്തിൽ പ്രൈസ്. നോക്ക്, ദൈവത്തിന്റെ വചനത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവിന്റെ വചനത്തിൽ പറയുകയാണ്, എനിക്ക് വേണ്ടത് മുഴുവൻ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കും. അവൻ സ്വർഗത്തിന്റെ കിളിവാതിലുകളെ എനിക്ക് വേണ്ടി തുറക്കും. ഒന്നിനും കുറവ് വരത്തില്ല. ആ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് പോലെ എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തു യേശുവിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായും തീർത്തു തരും. എന്ത് വേണോ അത് പറഞ്ഞോണം. വിളിച്ച് ദൈവമക്കൾ ചെയ്യേണ്ട ആദ്യത്തെ, ദാറ്റ് ഇസ് ദ ഗോൾഡൻ മിനിറ്റ് ഓഫ് ദി ഡേ. അതാണ് ഗോൾഡൻ മിനിറ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ദാറ്റ്സ് എ ഗോൾഡൻ മിനിറ്റ് ഓഫ് ദി ഡേ. ആ ഗോൾഡൻ മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വിളിച്ചങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ ദിവസം മുഴുവൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അതൊന്ന് വിളിച്ചു പറഞ്ഞേ. അത് വിളിച്ചു പറയാൻ തുടങ്ങുമ്പം അതിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ കാണും. ആ ദിവസം മുഴുവൻ യു വിൽ എക്സ്പീരിയൻസ്. ആ പീസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. നോക്ക്, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ്, നോക്ക്, ഒരു അത്തിയോട് കർത്താവ് സംസാരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതെ പോകട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അത് കേട്ടു. നോക്ക്, കേൾക്കുന്നത് പോലെ പറയണം. നിങ്ങൾ കേൾക്കുന്ന പോലെ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നിങ്ങളൊരു കാര്യം വിളിച്ചു പറയുമ്പം ആദ്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാ. അപ്പൊ ആദ്യം സംഭവിക്കുന്നതന്നെ ആദ്യം ഞാൻ കേൾക്കും. ആ കേൾക്കുന്ന കാര്യം എന്താ ആകും? അതെനിക്ക് വിശ്വാസമായി പരിണമിക്കും. അത് ഞാൻ സംസാരിക്കുന്നത്, ഐ എം സ്പീക്കിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ആ വേർഡ് ഓഫ് ഗോഡ്
സംസാരിക്കുന്നതിൻ്റെ അകത്ത് അതിഭയങ്കരമായ പവറുണ്ട് കേട്ടോ. അതിഭയങ്കര നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ നോക്ക്, അവന്റെ തൂവലുകൾ കൊണ്ട് അവൻ, സങ്കീർത്തനം 91, അവന്റെ തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഡിവൈൻ പ്രൊട്ടക്ഷനാണ് നിങ്ങൾ ആ വാക്ക് പറയുമ്പോൾ തന്നെ. കാരണം നോക്ക്, ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനം അതിന്റെ 103-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ നോക്കിയേ, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അപ്പൊ നോക്കിക്കേ, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കും. അപ്പൊ ദൂതന്മാരെങ്ങനെയാ? കർത്താവിന്റെ വചനം പറയുമ്പോൾ ദൂതന്മാർ ചലിക്കാൻ തുടങ്ങും, ദൂതന്മാർ പായാൻ തുടങ്ങും, നിങ്ങളുടെ സാഹചര്യങ്ങളുടെ എതിരെ പായാൻ തുടങ്ങും. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ഈ വചനം ദൂതന്മാർക്ക് ഭയങ്കര ഫെമിലിയറാണ്. അവര് അവിടെ അത് കേൾക്കുന്നതാണ്. അവർ സ്വർഗത്തിൽ എന്ത് ചെയ്യുകയാണ്? കർത്താവിന്റെ വചനം, കർത്താവ് സംസാരിക്കുന്ന ഓരോ വാക്കും അവർക്ക് വളരെ പരിചിതമാണ്. സോ ഒരു ദൈവവൈതൽ കർത്താവിന്റെ വാക്ക് കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ദ ഏഞ്ചൽസ് ആർ അറ്റ് ദ ഡിസ്പോസൽ. ആ വചനം കേൾക്കുമ്പോൾ തന്നെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി പായാൻ തുടങ്ങും, ദൂതന്മാർ പുറപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ വിഷയം എവിടെയാണോ അവിടെ കർത്താവിന്റെ ദൂതന്മാർ പോയി അതിനെ സമഭൂമി ആക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അവന്റെ വചനം സംസാരിച്ച് പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ ഡേ. ആ ദിവസം നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുക്കാൻ തുടങ്ങണം. നോക്ക്, നിങ്ങൾ ആ സംസാരിക്കുമ്പോൾ തന്നെ നോക്ക്, യു ആർ ഗോയിങ് ടു സീ ദ ഫേവർ ഓഫ് ഗോഡ്. നിങ്ങൾ കർത്താവിന്റെ ഫേവർ കാണും. ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ ഫെയ്ത്ത്. യു വിൽ ഹാവ് ദ പീസ് ഓഫ് ഗോഡ് ആൻഡ് ഹി വിൽ ഗിവ് യു വിസ്ഡം. ഇന്നൊരു വിഷയമുണ്ടോ? അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ഒരു ആലോചന. വിസ്ഡം, ഹ്യൂമൻ വിസ്ഡം അല്ല, ഗോഡ്ലി വിസ്ഡം. ഹ്യൂമൻ വിസ്ഡവും ഗോഡ്ലി വിസ്ഡവും രണ്ടും രണ്ടാണ്. നമ്മൾ മാനുഷികമായി ഇടപെടുന്നത് കൊണ്ട് ചില കാര്യങ്ങളിൽ ദൈവത്തിന്റെ ആലോചനയിൽ നമ്മൾ ഇടപെടുന്നത് കൊണ്ടല്ലേ. ആ ഗോഡ്ലി വിസ്ഡം എനിക്കും നിങ്ങൾക്കും കിട്ടുമ്പോൾ യു വിൽ സ്റ്റാർട്ട് മൂവിങ് ഇൻ സ്പിരിറ്റ്. കർത്താവിന്റെ ആത്മാവിൽ നിങ്ങൾ നടന്ന് വൻ കാര്യങ്ങൾ നിങ്ങൾ കാണും. നോക്കിയേ, ദൂതന്മാർ പോലും, ഈ ഭാഷ ദൂതന്മാർക്കറിയാം. നിങ്ങൾ പറയുന്ന ദൈവവചനത്തിന്റെ ഭാഷ ദൂതന്മാർക്കറിയാം. ദൂതന്മാർ പോലും ഇവിടെ എന്നെ ഈ വചനം ഇന്നലെ രാവിലെയാണ് വാസ്തവത്തിൽ ഞാൻ ഐ പ്രിപ്പയർഡ് ദിസ് മെസ്സേജ്. എന്നെ വളരെയധികം എന്റെ കർത്താവ് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട്. അപ്പം ശബ്ദത്തിൽ പറയണം, കുറുകുറുക്കല്ല, വേറെ ആരും കേൾക്കാതെയല്ല, ഉറക്കെ വിളിച്ചു പറയണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. സൗഖ്യമാക്കുന്ന കർത്താവാണ്. ഹീലിംഗ് ആണോ വേണ്ടിയ? ഹീലിംഗ് വിളിച്ച് പറയണം. നമുക്കൊരു ഹീലിംഗിന് വേണ്ടി വി വിൽ പ്രേ ടുഗദർ. നമ്മുടെ ഒരു സഹോദരൻ തന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വളരെ 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 മോശമാണ്. ഡോക്ടർമാര് ചില സമയങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്, ഇന്നൊന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാ ക്യാൻസർ ആണേലും അത് മുട്ടുമടക്കിയേ പറ്റത്തുള്ളൂ. ഇൻ ദ നെയിം, ഐ ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് കവർ ടു കവർ. എന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദർ ഇസ് ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുകയാണ്, വിശ്വസിക്കുന്നവർ, വി ആർ ദ പീപ്പിൾ ഹു ബിലീവ്. അല്ലേ, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, കർത്താവ് മതിയായവനാണ്, നമ്മൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. വേറൊരിടത്ത് നമ്മൾ വായിക്കുകയാണ്, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് പ്രാർത്ഥിച്ചാലും പിതാവ് മഹത്വപ്പെടേണ്ടതിനായി പുത്രൻ മുഖാന്തരം അത് നൽകി തരും. ഇതെല്ലാം ദീസ് ആർ ഓൾ ദ പ്രോമിസ് ഓഫ് ഗോഡ്. അപ്പം ദൈവമക്കളെ 2 പേര് ഒന്നിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മൾ 2 അല്ല, 10-35 പേരുണ്ട്. നമ്മൾ 10-35 പേര് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ വി ആർ ഗോയിങ് ടു സീ മൈറ്റി തിങ്സ്. നമ്മൾ വൻ കാര്യങ്ങൾ കാണും, വലിയ ചലനങ്ങൾ കാണും. ആ വേറൊരിടത്ത് പറയുകയാണ്, ആകാശവും ഭൂമിയും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പം വീടുകളിൽ അത്ഭുതം നടക്കും, ഹോസ്പിറ്റലുകളിൽ അത്ഭുതം നടക്കും, വിദേശ രാജ്യത്ത് വലിയ ചലനങ്ങളുണ്ടാകും, ചില ഓഫീസുകളിൽ ചലനങ്ങളുണ്ടാകും. എവിടെയാണോ അത്ഭുതം നടക്കേണ്ടത് അവിടെ അത്ഭുതം നടക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, ദ ഗോൾഡൻ മിനിറ്റ്, യൂട്ടിലൈസ് യുവർ ഗോൾഡൻ മിനിറ്റ്. ആ ദിവസത്തിൻ്റെ ആദ്യത്തെ മിനിറ്റ് നിങ്ങൾ ഉപയോഗിക്കണം.
യൂട്ടിലൈസ് ഇറ്റ് വെരി വെൽ. നിങ്ങൾക്ക് അനുകൂലമായിട്ട് അതിനെ ഉപയോഗിക്കണം. അതിൻ്റെ ആ ഗോൾഡൻ മിനിറ്റിൻ്റെ പവർ, അതിഭയങ്കരമായ പവറാണ് ഗോൾഡൻ മിനിറ്റിന്. അത് നിങ്ങൾ ഉപയോഗിച്ചോണം. അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ അനുഗ്രഹമായി മാറുന്നത് കാണാം. ആ ദിവസം മുഴുവൻ എൻ്റെ കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും ഒക്കെ നടത്തേണ്ടത് അവിടെ ചെല്ലുമ്പം ഏറ്റവും ബ്ലെസ്ഡായിട്ട് നടന്നതായിട്ട് നിങ്ങൾ കാണും. അവിടെ ചില വാതിലുകൾ തുറക്കും, അവിടെ ചില ദൂതന്മാർ ഇറങ്ങും, അവിടെ വലിയ ദൈവശക്തി വ്യാപരിക്കും. അങ്ങനെയാണെങ്കിൽ ഐ വിൽ കണ്ടിന്യൂ ദിസ് മെസ്സേജ്. നാളെ ഈ മെസ്സേജിൻ്റെ വേറൊരു മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഗോൾഡൻ മിനിറ്റിൽ വാട്ട് ഷുഡ് ഐ ഡു ഇൻ ദ ഗോൾഡൻ മിനിറ്റ്. ആ രാവിലെ എഴുന്നേറ്റ് ഉണർന്നാൽ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ. നാളെ മറ്റൊരു കാര്യം നമ്മൾ തുടരും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ വീടുകളിൽ മഹത്വം ഇറങ്ങും. നമ്മുടെ ഒരു സഹോദരൻ, ഞാൻ പറഞ്ഞല്ലോ, ക്യാൻസറായിട്ട് വളരെ ഭാരപ്പെട്ടിരിക്കുന്നു. ഡോക്ടർമാരൊക്കെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ അവർ പറഞ്ഞ വാക്ക് ഫാക്ട്സാണ് പറഞ്ഞത്, ഫൈൻഡിങ്സാണ് അവർ പറഞ്ഞത്. അവരുടെ സ്കാൻ റിപ്പോർട്ടും അവരുടെ ടെസ്റ്റ് റിപ്പോർട്ടും എല്ലാം, ബയോപ്സി റിപ്പോർട്ടും എല്ലാം കണ്ട കാര്യങ്ങൾ അവർ ഫൈൻഡിങ്സാണ് പറഞ്ഞത്. അവർ വസ്തുതകൾ പറഞ്ഞു. എന്നാൽ നമ്മൾ വസ്തുതയല്ല പറയുന്നത്. വി സ്പീക്ക് ദ ട്രൂത്ത്. സത്യം അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ടെന്നുള്ളത്. ഐ ബിലീവ് ഇൻ ട്രൂത്ത്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഫാക്ട്സ്, ഐ ബിലീവ് ഇൻ ട്രൂത്ത്. സത്യം അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഇന്ന് ആ വചനത്തിൻ്റെ മുമ്പിൽ നിന്ന് ടുഗദർ വിത്ത് ജീസസിൽ എന്നെ കേൾക്കുന്ന മുഴുവൻ പേരും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ദിവസം കാണാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്നു. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നടത്തിയ വഴികൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ അത്ഭുതകരത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ തിരഞ്ഞെടുത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഞങ്ങൾ ദൈവരാജ്യത്തിൽ കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എവിടെയെങ്കിലും ഞങ്ങൾ കർത്താവിൽ നിന്നോ ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്നോ അകന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. വി ആർ കമ്മിങ് ബാക്ക്. ഞങ്ങൾ മടങ്ങി വരികയാണ്. ആ കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശാരീരികമായ രോഗം നേരിടുന്ന, ക്ലേശങ്ങൾ നേരിടുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം തൊടുന്നതിനായി സ്തോത്രം. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിയട്ടെ, എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ, എല്ലാ പെയിനും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീടുകളെ അനുഗ്രഹിക്കുകയാണ്, കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു, സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു, ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ എല്ലാ നിറവും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആ ക്യാൻസറായിട്ട് ബുദ്ധിമുട്ടുന്ന ആ സഹോദരന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മഹത്വം ഇറങ്ങണമേ, അങ്ങയുടെ സ്പർശനം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആ മുഴ അപ്രത്യക്ഷമാകട്ടെ. ആ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഒരു ട്രേസ് പോലും ഇല്ലാതെ, ഒരു സെല്ല് പോലും, ക്യാൻസർ സെല്ല് പോലും ഇല്ലാതെ അവിടുന്ന് മാറട്ടെ. ക്യാൻസർ മരിക്കട്ടെ, ആ മകൻ ജീവിക്കട്ടെ, അത്ഭുതപ്പെടുതൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞ ആ വചനം ഞങ്ങൾ ആ മകൻ്റെ ജീവിതത്തിലോട്ട് ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. യേശുവിൻ നാമത്തിൽ ഐ റിലീസ് ദാറ്റ് വേർഡ് ഓഫ് ഗോഡ്. ദീർഘായുസ് ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്നതിനായി സ്തോത്രം. കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, എല്ലാ വീടുകളെയും അനുഗ്രഹിക്കുന്നു. കുടുംബജീവിതങ്ങളെല്ലാം ബ്ലെസ്ഡ് ആകട്ടെ. എല്ലാ നന്മകൾ കൊണ്ടും നിറയ്ക്കണം. തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ നന്മകൾ ഉണ്ടാകട്ടെ. വഴികൾ തുറക്കട്ടെ. വഴി അടഞ്ഞൊക്കെ ആരെങ്കിലുമൊക്കെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ അത്ഭുതകരമായ വഴികൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണം, അത്ഭുതമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും യേശുവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. So God bless you. യൂട്ടിലൈസ് ദ ഗോൾഡൻ മിനിറ്റ് ഓഫ് യുവർ ഡേ. അതിനെ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അതിനെ ശക്തമായിട്ട് ഉപയോഗിക്കണം. എന്തുകൊണ്ട് ഉപയോഗിക്കണം? നാക്കുകൊണ്ട് ഉപയോഗിക്കണം. നമ്മുടെ നാവ് കൊണ്ട് വിളിച്ചു പറയണം. നിങ്ങളുടെ ഒറ്റ വാക്ക് നിങ്ങൾ വിളിച്ചു പറയുമ്പം ദൂതന്മാർ പായും, വലിയ പാച്ചിലുണ്ടാകും. ദൂതന്മാർ പോലും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങും, പായാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടി വഴികൾ ഒരുങ്ങും. സോ ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. വി വിൽ കണ്ടിന്യൂ ദിസ് മെസ്സേജ് ടുമോറോ. നാളെ ഇത് നമ്മൾ തുടരും. കർത്താവ് ഈ ദിവസം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഷെയർ ദ വീഡിയോ. സോ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വൺസ് അഗെയിൻ ഐ റിമൈൻഡ് യു, യൂട്ടിലൈസ് ദ ഗോൾഡൻ മിനിറ്റ് ഓഫ് യുവർ ഡേ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.